ഹലോ എവരിവൺ, നമ്മുടെ സൈലത്തിന്റെ CUT ക്രാഷ് കോഴ്സ് ആരംഭിക്കാൻ പോവുകയാണ്. സോ എല്ലാവർക്കും അറിയാം, CUT എന്ന് പറയുന്നത് വലിയൊരു എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആണ് ഈ ഒരു 1.5 മാസക്കാലം കൊണ്ട് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. സോ ഈ CUT ക്രാഷ് കോഴ്സ് നിങ്ങൾ എടുക്കുന്നതിലൂടെ മറ്റൊരു എൻട്രൻസ് കൂടി നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമോ? യെസ്, നമുക്കറിയാം നമ്മുടെ സൈലം പ്രൊവൈഡ് ചെയ്യുന്ന ക്രാഷ് കോഴ്സിനകത്ത് PCMB എന്ന് പറയുന്ന കോംബോ ഉണ്ട് അല്ലേ? സോ ആ കോംബോ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു എൻട്രൻസ് കൂടി ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്ന രണ്ടാമത്തെ എൻട്രൻസ് ആണ് ICAR എൻട്രൻസ് എക്സാമിനേഷൻ, അതായത് നമ്മുടെ സ്വന്തം ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച്. അപ്പോൾ സാധാരണഗതിയിൽ CUT എന്ന് പറയുന്നത് നോൺ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് വേണ്ടിയിട്ടുള്ള എൻട്രൻസ് ആണെന്നാണ് സാധാരണ മിക്കവരുടെയും ധാരണ. എന്നാൽ CUTയുടെ ഉള്ളിൽ വരുന്ന ICAR എന്ന് പറയുന്നത് 11 പ്രൊഫഷണൽ കോഴ്സുകൾക്ക് വേണ്ടിയിട്ടുള്ള, അതായത് 4 വർഷം നീണ്ടു നിൽക്കുന്ന ഡിഗ്രി പഠനത്തെയാണ് പ്രൊഫഷണൽ കോഴ്സ് എന്ന് പറയുന്നത്. BTechഉം MBBSഉം പോലെയുള്ള പ്രൊഫഷണൽ കോഴ്സ് തന്നെയാണ്. സോ ആ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് വേണ്ടിയിട്ടുള്ള എൻട്രൻസും ഈ PCMB കോംബോയിലുള്ളിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ പലർക്കും ഇപ്പോൾ ഡൗട്ട് ഉണ്ടാകും, അതെങ്ങനെയാണ് സാധിക്കുക, അതെങ്ങനെയാണ് PCMB, എന്താണ് ICAR എന്നൊക്കെ അല്ലേ? സോ അങ്ങനെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോ അവസാനം വരെ ഒന്ന് കാണുക. അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ICAR എന്താണെന്നും അതിലൂടെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഏതൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ ICAR എന്ന് പറയുന്നതിനകത്ത് വരുന്ന 11 പ്രൊഫഷണൽ കോഴ്സുകൾ, അഗ്രികൾച്ചറും ഹോർട്ടിക്കൾച്ചറും സെറികൾച്ചറും അങ്ങനെ തുടങ്ങി ഫോറസ്ട്രി, ഫിഷറീസ് തുടങ്ങി 11 പ്രൊഫഷണൽ കോഴ്സുകൾ. അതിനകത്ത് BSc കോഴ്സും BTech കോഴ്സുകളുമുണ്ട്. സോ ഈ കോഴ്സുകൾക്ക് വേണ്ടിയിട്ടുള്ള അഡ്മിഷൻ ICAR നടക്കുന്നത് 3 ഡൊമൈൻ സബ്ജക്ട് സെലക്ട് ചെയ്യുന്ന കുട്ടികളിൽ നിന്നാണ്. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. ഈ 3 സബ്ജക്റ്റുകളാണ് ഇവർക്ക് ഡൊമൈൻ സബ്ജക്റ്റ് ആയിട്ട് അവർ എടുക്കുന്നത്. ഇനി VHSC അഗ്രികൾച്ചർ പഠിച്ച കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫിസിക്സ് ഒഴിവാക്കിയതിനു ശേഷം ഡൊമൈൻ സബ്ജക്റ്റ് ആയിട്ട് അഗ്രികൾച്ചർ എടുക്കാം. ഇനി ICARന്റെ ഏറ്റവും വലിയ പ്രത്യേകത, CUTയിൽ നിന്ന് ഏത് രീതിയിലാണ് ഈ ICAR വ്യത്യസ്തമായി നിൽക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ICARന്റെ കേസിൽ നിങ്ങൾക്ക് ജനറൽ പേപ്പറോ ലാംഗ്വേജ്, അതായത് ഇംഗ്ലീഷോ വേണ്ട എന്നുള്ളതാണ്. അപ്പൊ ഇത് രണ്ടും നിങ്ങൾ അപ്ലൈ ചെയ്തു, നിങ്ങൾ എഴുതി, കുഴപ്പമില്ല. ആ പേപ്പേഴ്സിന്റെ മാർക്ക് പക്ഷേ ICAR പരിഗണിക്കില്ല എന്നേ ഉള്ളൂ. നിങ്ങളുടെ യൂണിവേഴ്സിറ്റി നെയിമിൽ ICAR സെലക്റ്റഡ് ആണെങ്കിൽ മാത്രമേ പക്ഷേ നിങ്ങൾക്ക് ICARന്റെ അലോട്ട്മെന്റ് പ്രോസസ്സിൽ പങ്കെടുക്കാൻ സാധിക്കൂ. അതിന്റെ വിവരങ്ങൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ആരെങ്കിലും വിട്ടുപോയി എങ്കിൽ കറക്ഷൻ വിൻഡോ വരും. ആ സമയത്ത് നിങ്ങൾ യൂണിവേഴ്സിറ്റി ലിസ്റ്റിൽ ICAR കൂടി സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്ലസ് ഓപ്പർച്യൂണിറ്റി കൂടി CUTയുടെ PCMB കോംബോ നിങ്ങൾ ഇവിടുത്തെ ക്രാഷ് കോഴ്സിൽ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരുപാട് കുട്ടികൾ എന്നോട് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, അഗ്രികൾച്ചറിന്റെ സ്കോപ്പ് എന്താണ്, ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി എന്താണ് ചെയ്യാൻ സാധിക്കുക, ഏത് ജോബാണ് ഇത് കഴിഞ്ഞാൽ കിട്ടുന്നത്? അപ്പൊ അങ്ങനെ കുറെ ഡൗട്ട്സ് ഉണ്ട്. മക്കളെ, നിങ്ങൾ BSc അഗ്രികൾച്ചർ, BSc ഓണേഴ്സ് അഗ്രികൾച്ചറോ അല്ലെങ്കിൽ ഹോർട്ടിക്കൾച്ചറോ ഒക്കെയാണ് നിങ്ങൾ കഴിയുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കുന്ന ഓപ്പർച്യൂണിറ്റി അഗ്രികൾച്ചർ ഓഫീസർ ആകാം എന്നുള്ളതാണ്. PSC എൻട്രൻസ് വഴി അഗ്രികൾച്ചർ ഓഫീസർ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് കയറാം. അത് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിന്റെ മാത്രമല്ല, ലാൻഡ് യൂസ് ഡെവലപ്മെന്റ് ബോർഡിന്റെ ഉണ്ട്, സോയിൽ സർവേ ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റിംഗ് ഉണ്ട്, പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഫുഡ് സേഫ്റ്റി ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റിംഗ് ഉണ്ട്. ഇതെല്ലാം BSc അഗ്രികൾച്ചർക്കാർക്കുള്ളതാണ്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടാണെങ്കിൽ ISROയുടെ, പ്രത്യേകിച്ച് DRDO പോലെയുള്ള സ്ഥാപനങ്ങളിലും BSc അഗ്രികൾച്ചർ കഴിഞ്ഞവർക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സോ ഇതൊക്കെയാണ് BSc ലെവലിൽ. ഒപ്പം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ടീച്ചറായി കയറണമെങ്കിൽ സാധാരണ നിങ്ങൾക്ക് എല്ലാം അറിയാം, സെറ്റൊക്കെ പാസ്സാവണം എന്നൊക്കെ പറയും അല്ലേ? പക്ഷെ VHSC സ്കൂളിൽ അഗ്രികൾച്ചറിന്റെ ടീച്ചറായിട്ട് കയറണം എന്നുണ്ടെങ്കിൽ BSc അഗ്രികൾച്ചർ മാത്രം മതി. അവിടെ നിങ്ങൾക്ക് BEdോ അല്ലെങ്കിൽ സെറ്റോ ഒന്നും തന്നെ ആവശ്യമില്ല. ഇനി BSc കഴിഞ്ഞ് നിങ്ങൾ MSc കൂടി എടുത്താലോ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് എക്സ്ട്രാ വരും. അതായത് നിങ്ങൾക്ക് സെൻട്രൽ ഗവൺമെന്റ് തന്നെ ഒരുപാട് എക്സാംസ്, ഇപ്പൊ BSc അഗ്രികൾച്ചർ കഴിഞ്ഞവർക്ക് തന്നെ IBPS പോലുള്ള എക്സാംസ് ക്രാക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ബാങ്കിൽ അഗ്രികൾച്ചർ ഓഫീസർ എന്ന പോസ്റ്റ്, അത് നാഷണൽ വൈഡ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. എന്നാൽ MSc കൂടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പെഷ്യലിസ്റ്റ് ഓഫീസർ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സയന്റിസ്റ്റ് പോസ്റ്റിലേക്കൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. PhD കൂടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലെക്ചർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിലവിൽ അഗ്രികൾച്ചറിനും അലീഡ് ഫീൽഡിനും ഇപ്പോഴും നിലവിലുണ്ട്. സോ ഈ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഞാൻ ഈ പറഞ്ഞതൊക്കെ ഗവൺമെന്റ് സെക്ടറിലാണെങ്കിൽ there are lot of opportunities in the private sector also. അത് നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് നിന്നാൽ ഈ വീഡിയോ ചിലപ്പോൾ തീർന്നു എന്ന് വരില്ല. അതുകൊണ്ട് ഇങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അഗ്രികൾച്ചർ ഫീൽഡിൽ ഇപ്പോഴും നിലവിലുണ്ട്. അപ്പോൾ ഒരുപാട് വിദ്യാധാരണകളുണ്ട്, ഓപ്പർച്യൂണിറ്റി കുറയുന്നു എന്നുള്ളത്. ഓഫ് കോഴ്സ് കുട്ടികളുടെ എണ്ണം കൂടുന്നുണ്ട്, കോമ്പറ്റീഷൻ കൂടുന്നുണ്ട്, ബട്ട് ഓപ്പർച്യൂണിറ്റീസും ഗ്രോയിങ് ആണ്. അപ്പൊ എല്ലാ മക്കളും ഈ ഒരു അവസരം നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക. എല്ലാവരും CUT ക്രാഷ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. PCMB കോംബോ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം കൂടി ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അപ്പൊ നമുക്ക് CUTയുടെ ക്രാഷ് കോഴ്സിൽ കാണാം.